സീനിയർ കമാൻഡർ ഫുവാഡ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് മറുപടിയായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലെ 2 സൈനിക സൈറ്റുകളിൽ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളുടെ പരമ്പര നടത്തി. തെക്കൻ ലെബനിലെ 2 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രയേൽ തിരിച്ചടിച്ചു. നഹാരിക്ക് സമീപം നിരവധി സിവിലിയന്മാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 10 മാസമായി ഹിസ്ബുള്ളയും ഇസ്രയേലി സൈന്യവും തമ്മിൽ വെടിവെപ്പ് നടത്തുകയാണ്. ഗാസ സംഘർഷത്തോടനുബന്ധിച്ച് അതിർത്തി മേഖലയിൽ ഒതുങ്ങിക്കൂടാതെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ വാഗ്ദാനവും വിശാലമായ പ്രാദേശിക യുദ്ധത്തിന്റെ ഭയം ഉയർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരമൊരു വർധന തടയാൻ രാജ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബൗ ഹബീബ് പറഞ്ഞു. ഇതിനിടെ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹമാസ് സംഘടനയുടെ രാഷ്ട്രീയ ഭാഗം ചുമതല യഹിയ സിൻവാറിന് കൈമാറി. അടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകെട്ട സിൻവാർ ചുമതലയേൽക്കുന്നതിനെ ആശങ്കയോടെയാണ് ഇസ്രയേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ ഭാഗം ചുമതലയുള്ള യഹിയ സിൻവാർ. തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ്. അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രയേലിന് നൽകുന്നത്. കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോടെ ഇസ്മയിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനിയുണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി നിലനിൽക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് വിവരം. പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസദ് എയർബേസിലാണ് 2 കത്യുഷ റോക്കറ്റുകൾ പതിച്ചത്. ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണോ ആക്രമണമെന്ന് വ്യക്തമല്ല. ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ അമേരിക്കൻ ആക്രമണം പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇറാന്റെ റോക്കറ്റ് അമേരിക്കൻ സൈനിക താവളത്തിനുള്ളിൽ പതിച്ചതിനാലാണ് സൈനികർക്ക് പരിക്കേറ്റത്. അൽ അസദ് ലക്ഷ്യമിട്ട് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക അത് തള്ളിക്കളഞ്ഞു. കഴിഞ്ഞയാഴ്ച തങ്ങൾക്കും സഖ്യസേനയ്ക്കും ഭീഷണിയാണെന്ന് ആരോപിച്ച് അമേരിക്ക ഇറാഖിൽ ചിലയിടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനോടും സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ പിന്തുണയുള്ള ഇറാഖി തീവ്രവാദി ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിനെതിരെ അമേരിക്കയും തിരിച്ചടിച്ചിരുന്നു. ഒക്ടോബർ 7-നും ജനുവരിക്കുമിടയിൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പ് പതിവായി അമേരിക്കയ്ക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഗാസയിലെ ആക്രമണത്തിൽ ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കുള്ള പ്രതികാരമാണ് നടപടിയെന്നും സംഘം വിശദീകരിച്ചിരുന്നു. ഐൻ അൽ അസദ് എയർബേസിലെ ആക്രമണം ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ ഗ്രൂപ്പുകൾ നടത്തിയ മുൻകാല ആക്രമണങ്ങളുമായി സാമ്യമുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ താവളത്തെ ആവർത്തിച്ച് ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും ഒക്ടോബറിൽ ഗാസയിൽ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ യുദ്ധത്തിന് ശേഷം ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ കുറഞ്ഞത് 2 റോക്കറ്റുകളെങ്കിലും ബേസിന്റെ പരിധിക്കകത്ത് പതിച്ചതായി ആക്രമണം നടന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു US ഉദ്യോഗസ്ഥനും ഇറാഖി സാക്ഷികളും പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണയെങ്കിലും ഈ താവളം ലക്ഷ്യമിട്ടിരുന്നു. കൂടാതെ കിഴക്കൻ സിറിയയിലെ ഒരു ചെറിയ US താവളത്തിന് നേരെയും കഴിഞ്ഞ മാസം അവസാനം ആക്രമണമുണ്ടായി. അവിടെ US പ്രത്യേക ഓപ്പറേഷൻ ഫോഴ്സ് സിറിയൻ കുർദിഷ് സൈനികരുമായി ഇസ്ലാമിക സ്റ്റേറ്റിനെ തകർക്കാൻ പ്രവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി ഇസ്രയേലും അതിന്റെ അമേരിക്കൻ യൂറോപ്യൻ പ്രാദേശിക സഖ്യകക്ഷികളും ഇറാനിൽ നിന്നുള്ള പ്രതികാരാക്രമണത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ പിരിമുറുക്കം രൂക്ഷമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.